ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ബുഷ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 60 ഇഞ്ച് നീളത്തിൽ ഒരു തുണി എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് വീതിയിലും 60 ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റ പീസിൽ കിട്ടാത്തവരും 2 പീസായിട്ട് എടുത്തേക്കണം. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ത്രികോണത്തിലുള്ളൊരു കഷ്ണം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് എടുക്കാം. ഇനി നമുക്ക് ഈ തുണിയുടെ 2 അറ്റവും ഒന്ന് കൂട്ടി അടിക്കാം. 2 സൈഡും കൂട്ടിയടിച്ച് നമ്മളിത് വട്ടത്തിലാക്കി എടുക്കണം. 2 സൈഡും നമ്മളിതിൻ്റെ കൂട്ടിയടിക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് തയ്യൽ തുമ്പ് കാണാൻ പാടില്ലാത്ത രീതിയിൽ ഇത് ബുഷ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 തലക്കവും ഇതിൻ്റെ കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് 2ആയിട്ട് ഒപ്പം മടക്കണം. കണ്ടോ, ഇതുപോലെ 2 സൈഡും മടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് അടിച്ച് ഏതെങ്കിലും ഒരു തയ്യൽ തുമ്പ് ജോയിൻറ്റ് ചെയ്തേക്കണം, ഏതെങ്കിലും ഒരു ഭാഗം സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം ആ നടുക്കത്തെ പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ശരിക്കും ഉള്ളിൽ ചെറുതാക്കി ഫോൾഡ് ചെയ്യുക. അതിനുശേഷം പുറമേ ഉള്ളതും ഇതുപോലെ വെക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ളിൽ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പീസിനകത്ത് ഒട്ടും മുട്ടരുത്. കാരണം അത് നമുക്ക് വലിച്ച് കൊടുത്ത് വേണം ഇത് അകംപുറം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലെ പീസിനകത്ത് സ്റ്റിച്ച് വരാതെ ശ്രദ്ധിക്കണം. പതിയെ സ്ലോയിൽ തയ്ച്ചാൽ മതി. നമ്മൾ സ്പീഡ് പിടിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലെ പീസിനകത്തേക്ക് സ്റ്റിച്ച് കയറി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിത് തയ്ച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മുകളിലോട്ടും താഴോട്ടും വലിച്ചു കൊടുക്കണം. മുകളിലേക്ക് വലിക്കുമ്പോൾ മറിഞ്ഞ് കിട്ടും, താഴത്തേക്ക് വലിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗവും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പതിയെ വലിച്ചു കൊടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. കാരണം നമ്മൾ സ്പീഡിന് വലിക്കുമ്പോൾ മുകളിൽ കട്ട കുത്തി പീസ് ഇരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വലിക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പതിയെ നമ്മൾ തയ്ച്ചാൽ മതി, ധൃതിയൊന്നും പിടിക്കാതെ. ഇതുപോലെ ഇനി നമുക്കിത് ഫുള്ള് ഒന്ന് തയ്ച്ചെടുക്കാം. അവസാനം വരുമ്പോൾ കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ നിർത്തണം. കാരണം എന്തിനാണെന്ന് വെച്ചാൽ അതിലൂടെ വേണം നമുക്ക് ഇലാസ്റ്റിക് കയറ്റാനായിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് വലിക്കുമ്പോൾ നമുക്കിത് അകമ്പുറം മറിഞ്ഞ് കിട്ടും. അപ്പോൾ സ്റ്റിച്ചെല്ലാം ഉള്ളിലോട്ട് പോകും. ഇപ്പോൾ സ്റ്റിച്ചെല്ലാം ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അകമ്പുറം മറിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തയ്യത്തുമ്പും കാര്യങ്ങളൊന്നും കാണില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ലൂപ്പ് ടേണർ വെച്ചാട്ടോ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തത്. പിൻ ചെയ്തിട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിനി ഈ ഇലാസ്റ്റിക് ഇതിനകത്തോടെ ഇട്ട് കൊടുത്ത് പുറത്തേക്ക് വലിച്ചെടുക്കാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് നീളത്തിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്തോടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അളവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കയറ്റി ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇങ്ങനെ കയറ്റി കൊടുത്തു. അതിനുശേഷം വലിച്ചെടുത്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുമായിരുന്നു ചെയ്തത്. ഞാൻ എല്ലാ പ്രാവശ്യം അങ്ങനെ ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഒരുപാട് വേസ്റ്റ് വരാതെ ഇരിക്കും. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വലിച്ച് ചുരുക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള അളവിന് നമുക്ക് ഇലാസ്റ്റിക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് 2 സൈഡും ഒന്നെങ്കിൽ കെട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിക്കുമ്പോൾ പൊട്ടിപ്പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗമുണ്ട്. നമ്മൾ ആ ഓപ്പണായ ഭാഗത്തേക്ക് ഇതുപോലെ തയ്യത്തുമ്പൊക്കെ അകത്തേക്ക് കയറ്റി കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഇത് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കണതുകൊണ്ട് തന്നെ നമ്മുടെ ആ തയ്യലും കാര്യങ്ങളും ഒന്നും പുറത്ത് കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ത്രികോണത്തിലുള്ള ഒരു പീസ് ഇവിടെ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പീസിന് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. അത് ഇതുപോലെ ആ കറക്റ്റ് സെൻറ്റർ പിടിച്ചൊന്ന് നെറിവ് എടുക്കണം. അതിനുശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഈ ബുഷിനകത്തേക്ക് വെച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ ആ ബുഷിൽ വച്ചിട്ട് വട്ടം കെട്ടിയിട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ അതിനകത്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ ഒപ്പം വെച്ചതിന് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. 2-3 കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നീണ്ട് കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാതിരുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വലിയ പീസ് വെച്ചാലും ഇതുപോലെ നീണ്ട് കിടന്നോളും. നീളം മുടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഇത്ര ലെങ്ത്തിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബുഷ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മെഷീൻ ഇല്ലാന്നോർത്ത് വിഷമിക്കേണ്ട. നമുക്ക് സൂചി കൊണ്ട് തുന്നിയാണെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്